ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. അങ്ങനെ നമ്മൾ കുറെ നാളിന് ശേഷം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടേക്കുവാണ്. എനിക്ക് നല്ലപോലെ അറിയാം വീഡിയോസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നുണ്ടെന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആദ്യം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, ഇഷ്ടംപോലെ അസൈൻമെന്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കോൺടാക്ട് ക്ലാസ് തുടങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരക്കായി പോയാണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു യൂട്യൂബ് ചാനൽ നിർത്തിയോ, വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ എന്നൊക്കെ. നമ്മൾ ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല, ഇതുപോലെ കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ വീഡിയോസ് വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയി പോയത്. അപ്പൊ നമുക്ക് കാര്യം വീട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ചാനലിൽ മുമ്പ് ഒരു ഡ്രോൺ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പോയി കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു അവർക്ക് ഈ ഡ്രോൺ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അവർക്കൊന്നും ഫ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അഥവാ അവർ കൊണ്ട് ക്രാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പൈസ നഷ്ടം വരില്ലേ എന്ന്. അത് കറക്റ്റാണ്. കാരണം ഈ ഡ്രോൺ നമ്മൾ ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിമിന്റെ ലെഗ് ഒടിയാൻ ചാൻസ് ഉണ്ട്, പ്രൊപ്പലർ ഒടിഞ്ഞു പോകാം, അല്ലെങ്കിൽ മോട്ടർ കത്തിപ്പോവും, അതല്ലെങ്കിൽ ESC വേണം, അല്ലെങ്കിൽ ബാറ്ററി ഒക്കെ അടിച്ചു പോകും. ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചുമ്മാതെ പോകും ഒന്ന് ക്രാഷ് ആയി കഴിഞ്ഞാൽ. അപ്പൊ ഒന്ന് പറത്തി പഠിക്കാൻ എന്താണ് എളുപ്പ വഴി, അതാണ് അവർ ചോദിച്ചത്. അപ്പൊ അതിന്റെ രണ്ട് വഴിയുണ്ട്. ഒന്നി നമ്മളൊരു ടോയ് ഡ്രോൺ, ഒരു 1500 രൂപ 2000 രൂപയ്ക്കൊക്കെ ടോയ് ഡ്രോൺസ് കിട്ടും, അതൊക്കെ പറത്തി നമുക്ക് പഠിക്കാം. അതല്ലെങ്കിൽ നമുക്ക് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പറത്തി പഠിക്കാം. അത് നമുക്ക് വലിയ പൈസ നഷ്ടം വരില്ല. ഇതിപ്പോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സോഫ്റ്റ്വെയർ. ഇത് ആക്ച്വലി ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഇതുപോലത്തെ സോഫ്റ്റ്വെയർസ് തന്നെ ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അത് തന്നെ PC-ക്കും നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിനും എല്ലാം വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള സാധനം ഉപയോഗിക്കണമെന്നാണെങ്കിൽ ഇത് വാങ്ങാം. ഇതിന് 1500 രൂപയാണ് ഞാൻ ചെലവാക്കിയത്. അതുപോലെ തന്നെ ഫ്രീ സോഫ്റ്റ്വെയർ, നിങ്ങൾക്ക് ഒരു സിമുലേറ്റർ സോഫ്റ്റ്വെയറിന് പൈസ ചെലവാക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. മാത്രമല്ല നമുക്ക് ഒന്നീ റിമോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഡ്രോണിന്റെ റിമോട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതല്ല എന്നാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ബട്ടൺസ് അല്ലെങ്കിൽ ടച്ച് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പറപ്പിക്കാൻ പറ്റുന്നതാണ്. നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു CD ആണ് കാണാൻ പറ്റുന്നത്. ഇതിനകത്താണ് നമ്മുടെ സോഫ്റ്റ്വെയർസ് എല്ലാം ഉള്ളത്. CD മാത്രമല്ല, നമുക്ക് ഇതുപോലത്തെ കുറച്ച് വയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നതാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിമോട്ട് നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്ലെയിനൊക്കെ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് പറപ്പിക്കാം. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിമോട്ട് തന്നെ യൂസ് ചെയ്ത് കൺട്രോൾ കിട്ടും. അതിന് വേണ്ടിയിട്ട് കുറച്ച് വയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നമുക്കപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫീനിക്സ് RF എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ റിമോട്ട് ഇനി കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. നമ്മളിതാ ഇതുപോലെ വയർ വെച്ചിട്ട് ഈ ഒരു സംഭവത്തിൽ ഇവിടെ ഫീനിക്സ് RF എന്ന് എഴുതിയ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് ഫോക്കസ് ആവട്ടെ. ഇവിടെ ഫീനിക്സ് RF എന്ന് എഴുതിയേക്കുന്നതാണ്. ഈ ഒരു സ്വിച്ച് ഉണ്ട് ഇവിടുത്തെ, അതാ ഒരു ഫീനിക്സ് RF എന്നുള്ള ഭാഗത്തേക്ക് ഇടുക. ഞാൻ ഈ ഫീനിക്സ് RF സോഫ്റ്റ്വെയറിന് ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പം ഇത് ഈ ഒരു ഭാഗത്തേക്ക് ഒരു സ്വിച്ച് ഇട്ടിട്ട് നമുക്ക് റിമോട്ട് ഒന്ന് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് സോഫ്റ്റ്വെയർ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഇതിനകത്ത് സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇവിടെ നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ സ്റ്റിക്കിന്റെ വാല്യൂസിന്റെ എൻഡ് പോയിന്റ്സ് നോക്കുകയാണ്. നമ്മൾ ഇതുപോലെ മൂവ് ചെയ്ത് എൻഡ് പോയിന്റ്സ് എല്ലാം കാണിച്ചു കൊടുക്കണം. ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതുപോലെ അതങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. ഈ ഒരു സോഫ്റ്റ്വെയർ ഞാൻ തന്നെ ഫ്ലൈ ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് ഒരു ട്രെയിനർ പ്ലെയിൻ ആണ്. ഇലക്ട്രിക് ആയിട്ടുള്ള ട്രെയിനർ പ്ലെയിൻ ആണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലൈ ചെയ്യാൻ നല്ല ഈസിയാണ്, പഠിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഈ റിമോട്ടിൽ ഇതുപോലെ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പ്ലെയിൻ ടേക്ക് ഓഫ് ആവുന്ന കാണാൻ പറ്റും. ജസ്റ്റ് നമുക്കൊന്ന് ഫ്ലൈ ചെയ്ത് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വരാം, ഇത് ലാൻഡ് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കതിൽ RC പ്ലെയിൻ പറപ്പിക്കാൻ വലുതായിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല. ഒരു റൗണ്ടും കൂടെ അടിച്ചിട്ട് നമുക്ക് ലാൻഡ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ലാൻഡ് ചെയ്യാം. നമ്മുടെ പ്ലെയിൻ ക്രാഷ് ആയിപ്പോയി. ഇതിപ്പോൾ ഞാൻ ഒരു RC പ്ലെയിൻ ബിൽഡ് ചെയ്തിട്ടാണ് ഇതുപോലെ ക്രാഷ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ മൊത്തം നഷ്ടമായി. ഇതിപ്പോൾ സിമുലേറ്റർ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് എനിക്ക് വീണ്ടും ഇതുപോലെ ഫ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കിയുള്ള മോഡൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്തായിട്ട് ഞാൻ ഒരു ഹെലികോപ്റ്ററാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ ഹെലികോപ്റ്റർ ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം.
ഇതിനകത്ത് നമുക്ക് ഡ്രോൺസും അവൈലബിൾ ആണ്. അപ്പം നേരത്തെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഡ്രോൺ എങ്ങനെയാണ് നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഫ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ചോദിച്ചവർക്കുള്ള ആൻസർ ഇതാണ്. നമുക്ക് സിമുലേഷൻ സോഫ്റ്റ്വെയറിൽ നല്ല ഈസി ആയിട്ട് ഫ്ലൈ ചെയ്യാം. തെറ്റുപറ്റുന്നത് പറ്റിയിട്ട് നമുക്ക് ക്രാഷ് ചെയ്താലും വിഷയമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ ഡ്രോൺസ് ഫ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഡ്രോൺ ഒന്ന് സേഫായിട്ട് ലാൻഡ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഒരു 5-6 തവണ ഫ്ലൈ ചെയ്ത് കഴിയാൻ നമുക്കൊരു യഥാർത്ഥ ഡ്രോൺ ആണെങ്കിൽ ഇപ്പോൾ നല്ല ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതങ്ങ് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.